റഷ്യയും പാശ്ചാത്യ ശക്തികളും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയാവുകയാണ്. റഷ്യയെ തകർക്കാൻ നാറ്റോയും യൂറോപ്യൻ യൂണിയനും നടത്തുന്ന നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കും ഉപരോധങ്ങൾക്കും അതേ നാണയത്തിൽ മറുപടി നൽകാൻ പ്രസിഡന്റ് പുടിൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നു. പരമ്പരാഗത യുദ്ധമുറകൾക്കപ്പുറം അതീവ രഹസ്യവും തന്ത്രപരവുമായ നീക്കങ്ങളിലൂടെ പാശ്ചാത്യ സഖ്യത്തിന്റെ മേൽക്കോയ്മയെ ചോദ്യം ചെയ്യുന്ന റഷ്യയുടെ മാസ്റ്റർ പ്ലാൻ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു തുറന്ന യുദ്ധത്തിന് മുതിരാതെ സഖ്യരാഷ്ട്രങ്ങളെ നിരന്തരം പ്രതിരോധത്തിലാക്കുന്ന ഇരട്ട ട്രാക്ക് തന്ത്രമാണ് റഷ്യ പയറ്റുന്നത്. ഒരു വശത്ത് നാറ്റോയുടെ കിഴക്കൻ അതിർത്തികളിൽ അസ്ഥിരത സൃഷ്ടിച്ച് അവരെ ഭയപ്പെടുത്തുകയും മറുവശത്ത് മധ്യ യൂറോപ്യൻ മേഖലയിൽ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അത്യാധുനിക സാങ്കേതിക വിദ്യകളും കിഴക്കൻ അതിർത്തികളിലെ തന്ത്രപ്രധാന വിന്യാസങ്ങളും വഴി നാറ്റോയുടെ പ്രതിരോധശേഷിയെ നിർവീര്യമാക്കാൻ റഷ്യയ്ക്ക് കഴിയുന്നുണ്ട്. വലിയ സാമ്പത്തിക ചെലവില്ലാതെ നാറ്റോ അംഗരാഷ്ട്രങ്ങൾക്കിടയിൽ ഭീതിയും അരാജകത്വവും വിതയ്ക്കാൻ ഈ ഹൈബ്രിഡ് യുദ്ധമുറകളിലൂടെ മോസ്കോയ്ക്ക് കഴിഞ്ഞു. ഈ തന്ത്രങ്ങളെല്ലാം കൂടുതൽ അപകടകരമാക്കുന്നത് റഷ്യയുടെ പക്കലുള്ള ഒരു ആയുധ ശേഖരത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. കിഴക്കൻ യൂറോപ്പിലെ ഏറ്റവും വലിയ സൈനിക ആയുധ ശേഖരങ്ങളിലൊന്നായ ഇവിടെ ശീതയുദ്ധ കാലഘട്ടം മുതൽ റഷ്യൻ സൈന്യം സൂക്ഷിച്ചിരുന്ന വൻതോതിലുള്ള ആയുധങ്ങളാണുള്ളത്. മോൾഡോവയുടെ അതിർത്തിക്കുള്ളിലുള്ള ഈ ആയുധശേഖരവും സൈനിക സാന്നിധ്യവും ഉപയോഗിച്ച് പാശ്ചാത്യ പിന്തുണയുള്ള ഭരണകൂടത്തിന് മേൽ നിരന്തരമായ സമ്മർദ്ദം നിലനിർത്താൻ റഷ്യയ്ക്ക് കഴിയുന്നു. അതിർത്തിയിലെ സംഭവവികാസങ്ങളിൽ നേരിട്ട് റഷ്യയുടെ പങ്ക് തെളിയിക്കാൻ സാധിക്കാത്ത വിധം കാര്യങ്ങൾ നീങ്ങുമ്പോൾ തിരിച്ചടി നൽകണമോ എന്ന കാര്യത്തിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ കടുത്ത ഭിന്നതയാണ് ഉടലെടുക്കുന്നതും. കേവലം പരമ്പരാഗത സൈനിക ശേഷിക്കപ്പുറം തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും നയതന്ത്ര വഴികളിലൂടെയും എതിരാളികളെ പ്രതിരോധത്തിലാക്കാൻ കഴിയുമെന്ന് റഷ്യ ഇതിലൂടെ വീണ്ടും തെളിയിക്കുന്നു. പാശ്ചാത്യ സഖ്യത്തിനുള്ളിലെ ആഭ്യന്തര ഭിന്നതകളെ കൃത്യമായി മുതലെടുത്തുകൊണ്ട് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ തങ്ങളുടെ മേൽക്കോയ്മ ഉറപ്പിക്കാനും വരും നാളുകളിൽ ആഗോള ശക്തി സമവാക്യങ്ങളെ സ്വന്തം നിബന്ധനകൾക്ക് വിധേയമായി തിരുത്തി എഴുതാനും വ്ളാഡിമിർ പുടിൻ്റെ നേതൃത്വത്തിൽ റഷ്യയ്ക്ക് സാധിക്കുന്നുണ്ടെന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്.